ഞായറാഴ്ചയല്ലേ ഒട്ടും കുറക്കണ്ടെന്ന് വെച്ച് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ച് അമ്മയുടെ ഫ്രിഡ്ജെല്ലാം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നു. മാളൂട്ടി ഇതാ ഇവിടെ തകൃതിയായിട്ട് ഫോൺ കണ്ടുകൊണ്ട് കിടക്കുന്നു. ഞാൻ അപ്പോൾ കുറച്ച് തക്കാളിയെല്ലാം എടുത്ത് വെച്ച് കുനുകുനാ അങ്ങ് അരിഞ്ഞിട്ട് അപ്പണ്ട് അമ്മ ഇടുന്ന് പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി അതിൽ കുറച്ച് സാധനമെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കലായിരുന്നു. പിന്നെ ഉള്ളി അരിഞ്ഞിട്ടില്ലേനു. അപ്പോൾ ഉള്ളിയെല്ലാം അങ്ങനെ കുനുകുനാ അമ്മേനോട് വർത്താനം പറഞ്ഞ് അങ്ങ് അരിഞ്ഞുകൊണ്ടിരിക്കലേനു. പിന്നെ ഇതാ ചിക്കനെല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് ഉപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ചിക്കനൊന്ന് ആശി ഉണ്ടാവുമല്ലോ ഒന്ന് റെസ്റ്റ് ചെയ്യേ, അപ്പോൾ അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പിന്നെ ആ സമയം കൊണ്ട് പിന്നെ കുക്കറിൽ തക്കാളി ഉള്ളിയെല്ലാം വാട്ടി അതിലോട്ട് ഈ ചിക്കനും ഇട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. ആ സമയം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് എടുക്കാമെന്ന് വെച്ച് പോയിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു നീ അടുപ്പത്ത് സാധനം വെച്ചിട്ട് നീ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ സാധനം കരിഞ്ഞു പോകില്ലേന്ന്. അമ്മേൻ്റെ വാക്കും കേട്ട് ഇങ്ങോട്ട് വന്ന് നോക്കിയതാണ്. അപ്പം ഉണ്ടടാ ഈ ഷെൽഫ് തുറന്ന് നോക്കുമ്പോൾ കബോർഡ് തുറന്ന് നോക്കുമ്പോൾ അതിലോട്ട് കുറേ സാധനങ്ങൾ. ഇത് വേറൊന്നുമല്ല എൻ്റെ വർദ്ധക വസ്തുക്കളാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കലൊന്നുമില്ല കേട്ടോ, കുറേ ആയി പൊടിച്ച് വെച്ചിട്ടൊന്നും ഉപയോഗിക്കലൊന്നുമില്ല. ഇതൊക്കെ അച്ഛൻ ഉണക്കി വെച്ച ഉണക്കുകളാണ് കേട്ടോ, ഉപ്പലിട്ട് ഉണക്കി വെച്ച നത്തോലി, ഒരു ചെറിയ മീനല്ല, അതൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറെല്ലായി. അപ്പോൾ ഇനി ഇത് വറുത്തിട്ട് ഇതേ അവാർഡ് ചിക്കൻ മസാല അവാർഡ് കിട്ടിയ പോലെ ഞാനിതാ ചിക്കൻ മസാല പിടിച്ച് കുലുക്കലാണ്. അപ്പോൾ ആ ചിക്കൻ മസാലയെല്ലാം ഇട്ട് ചിക്കൻ കറി അങ്ങ് റെഡിയാക്കി വെച്ച്. അപ്പോൾ ചിക്കൻ കറി റെഡിയായി, നെയ്ച്ചോറ് റെഡിയായി. പിന്നെ തൈരായിട്ട് കുറക്കണ്ടല്ലോ. അപ്പോൾ പച്ചമുളക്, ഉള്ളി, ക്യാരറ്റ്, കറിവേപ്പില, ഒരു സ്വല്പം ഉപ്പ് ഇട്ടിട്ട് അതങ്ങ് റെഡിയാക്കാം. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം.